നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കപ്പൂർ പള്ളങ്ങാട്ടുചിറയിൽ പുലിയെ കണ്ടതായി അഭ്യൂഹം പരന്നതോടെ ചാലിശ്ശേരി പോലീസും വനം വകുപ്പും സ്ഥലത്ത് പരിശോധന നടത്തി. വിദ്യാർത്ഥിനിക്ക് നേരെയും ഈ ജീവി പാഞ്ഞെടുത്തതോടെ നാട്ടിലെങ്ങും ഭീതി പരന്നു. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ പള്ളങ്ങാട്ട് ചിറപ്പാറയിൽ വീട്ടിൽ ഗഫൂറാണ് തന്റെ വീട്ടുമതിലിലൂടെ അജ്ഞാത ജീവി നടന്നു പോകുന്നതായി കണ്ടത്. അപ്പോൾ ഞാൻ ആ കുട്ടിനൊക്കെ കാണാനും കുട്ടിയെ കട്ടിൻ്റെ വീട്ടിൽ ഓടിച്ചേർക്കുക. അപ്പോൾ ഈ നിലവിളി കേട്ടപ്പോൾ ഞാൻ അവിടെ എത്തിച്ചു നോക്കുമ്പോൾ കുട്ടിയാടി നിലവിളിക്കുന്നുണ്ട്. എന്താ മോളെ ചോദിച്ച്, ഇതാ പുലി വന്നിട്ട് ആ മൊന്തേലാ നിൽക്കണടാ അപ്പോൾ എന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ പുലിനെ നോക്കിയാൽ ഞാൻ അവിടെ കുട്ടിനെ എടുത്തിട്ട് അങ്ങനെ റോട്ടിലേക്ക് കയറ്റി എന്നിട്ട് അതിന് സ്കൂളിൽ പറഞ്ഞേക്കാളുടെ സ്കൂളിൻ്റെ ബസ്സിൻ്റെ അടുത്തേക്ക് കൊണ്ടാക്കി കൊടുത്തു. മകളെ മടിയിലിരുത്തി ഉമ്മറത്ത് കിടക്കുന്നതിനിടയിലായിരുന്നു സംഭവം. ഉടൻ തന്നെ ജീവി മതിലിൽ നിന്നും ചാടിയിറങ്ങി റോഡ് മുറിച്ചു കടന്ന ശേഷം മറുവശത്തെ കാടുപടർന്ന പറമ്പിലേക്ക് ഓടിമറയുകയായിരുന്നു. ഉടൻ തന്നെ വീട്ടിലും സമീപത്തും അറിയിച്ചെങ്കിലും ഒന്നിനെയും കണ്ടെത്താനായില്ല. ബുധനാഴ്ച കാലത്ത് സ്കൂളിലേക്ക് നടന്നു പോകുന്നതിനിടെ വിദ്യാർത്ഥിനിക്ക് നേരെയും ഈ ജീവി പാഞ്ഞെടുത്തതോടെ ഭയന്നു കരഞ്ഞ പെൺകുട്ടി അടുത്ത വീട്ടിൽ അഭയം തേടി. ഇതോടെ നാട്ടുകാർ പോലീസിലും വനംവകുപ്പിലും വിവരമറിയിക്കുകയായിരുന്നു. അതിന്റെ ബാക്ക് അതിന്റെ വാലൊക്കെ ഇങ്ങനെ വളഞ്ഞിട്ട് ശരിക്കൊരു പുലി ഇതിന്റെ രൂപം തന്നെയാണ്. പക്ഷെ പുലിയുടെ കുട്ടി എന്നാലും ഒറ്റക്കായിട്ട് ഇറങ്ങില്ല, ഒരിക്കലും ഇറങ്ങില്ല. പക്ഷെ അതല്ല സംഭവം, ഇവിടെ സ്കൂളൊക്കെ ഉള്ളതാണ്. കുട്ടികളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങളിപ്പോൾ എല്ലാവരും ഇവിടെ ഉള്ള എത്ര വീട്ടുകാരൊക്കെ വൈകിട്ടൊരു മീറ്റിംഗ് കൂടിയിട്ട് നമ്മളാ തലമുതൽ ഈ ക്യാമറ CCTV ഇപ്പോൾ അവർ വന്ന പാടൻ്റെ പോലീസും ആ CCTV വെക്കാനുള്ള പരിപാടിയാണ്. ആ റോഡില് പോസ്റ്റിന്റെ മേലെ ഇനിയിപ്പോൾ നേരത്തെ പോലീസും പിന്നെ സ്ഥലത്ത് ഇരുവകുപ്പുകളുടെയും സംയുക്തമായ പരിശോധന നടത്തിയെങ്കിലും പുലിയെന്ന് സ്ഥിരീകരിക്കാനാകുന്ന വിവരങ്ങളൊന്നും ലഭിച്ചില്ല. 2 ദിവസം മുൻപ് സമാനമായ രീതിയിൽ ഒരു ജീവിയെ പ്രദേശത്തെ മറ്റൊരു വീട്ടുകാരും കണ്ടിരുന്നു. നിലവിൽ പ്രദേശത്തെ വീടുകളിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നാട്ടുകാർ. ഞാൻ പെട്ടെന്നൊരു നേല് പോലെ കണ്ടപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ പൂച്ചല്ല, ഒരു 2 പൂച്ചനെ വെച്ചാലുള്ള ഒരു നീളവും കുറച്ച് ആവശ്യത്തിനുള്ള ഒരു ഇത്ര ഹൈറ്റും ഉണ്ട്. ഈ സാധനം എന്തിനോ പിടിക്കാൻ വേണ്ടി ഞാൻ അതിൻ്റെ ആ നൃത്തവും ഭാവവും ഇതൊക്കെ ശരിക്കൊരു നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഫീലിംഗ് ഈ ഒരു പുലി എന്തിനോ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോണ പോലത്തെ ഒരു ഫീലിംഗ് കണ്ടേക്ക്. ഞാൻ കണ്ടപ്പോൾ സാധനം എനിക്ക് പേടിയായി. ഞാൻ പിന്നെ മിണ്ടാതെ അവിടെ ഇരുന്നു. സാധനം ഇറങ്ങട്ടെ വെച്ചിട്ട് ഇനിയിപ്പോൾ ഞാൻ നോക്കിയിട്ട് ശബ്ദം കേട്ട് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വന്നാലോ. അങ്ങനെ ഈ സാധനം റോട്ടിലേക്ക് ഇറങ്ങി കഴിഞ്ഞേക്ക് ഞാൻ അമ്മാനെ വിളിച്ചു. അത് പുലിയുടെ കുട്ടിയാണോ സംശയം തോന്നുന്നു വരും പറഞ്ഞു. പട്ടാമ്പി ടൗണിൽ വീണ്ടും റോഡ് നവീകരണ പ്രവൃത്തികൾ തുടങ്ങി. മേലെ പട്ടാമ്പി സിഗ്നൽ ലൈറ്റ് മുതൽ കമാനം വരെയുള്ള ഭാഗത്തെ പ്രവൃത്തികളാണ് നടക്കുന്നത്. റോഡിന്റെ ഉപരിതലം പൊളിച്ചുമാറ്റിയുള്ള പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചിരിക്കുന്നത്. പട്ടാമ്പി ടൗണിൽ വീണ്ടും റോഡ് നവീകരണ പ്രവൃത്തികൾ തകൃതിയാകുന്നു. മേലെ പട്ടാമ്പി മുതൽ കമാനം വരെയുള്ള ഭാഗത്തെ പ്രവൃത്തികളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. റോഡിന്റെ ഒരു വശത്തെ ഉപരിതലം പൂർണ്ണമായും പൊളിച്ചുമാറ്റി മെറ്റലിട്ട് ഉയർത്തുന്ന പ്രവൃത്തികളാണ് നടക്കുന്നത്. രാത്രിയും പകലുമായാണ് പ്രവൃത്തികൾ നടത്തുന്നത്. നിലവിൽ സിഗ്നൽ ലൈറ്റ് വരെയുള്ള ഭാഗത്തെ റബ്ബറൈസിംഗ് പ്രവൃത്തികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി നിലാശുപത്രി വരെയുള്ള ഭാഗത്തെ പ്രവൃത്തികളാണ് നടക്കുന്നത്. അഴുക്കുചാൽ നിർമ്മാണവും കുടിവെള്ള പൈപ്പുകൾ മാറ്റിസ്ഥാപിക്കുന്ന പ്രവൃത്തികളും ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. പ്രവൃത്തികൾ തുടങ്ങിയതോടെ ഗതാഗതക്കുരുക്കും ടൗണിൽ രൂക്ഷമാണ്. പട്ടാമ്പി ടൗണിൽ റോഡ് നവീകരണത്തിനായി കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനെതിരെ നിലവിൽ കോടതിയിൽ പരാതി നിലനിൽക്കുന്നുണ്ട്. അതേസമയം വ്യാപാരികൾ സ്വമേധയാ സ്ഥലം വിട്ടു നൽകിയുള്ള പ്രവൃത്തികളും ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുന്നു. ഡിസംബറോടെ പാതയുടെ നവീകരണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യം. പട്ടാമ്പി നിലാശുപത്രി മുതൽ കുളപ്പുള്ളി IPT കോളേജ് വരെയുള്ള പാതയാണ് ആധുനിക രീതിയിൽ നവീകരിക്കുന്നത്. ഓങ്ങല്ലൂർ മഞ്ചനങ്ങൽ പാടത്തെ പ്രവൃത്തികളും വാടാനക്കുറിശി സ്കൂളിന് സമീപത്തെ പാടത്തെ പ്രവൃത്തികളുമാണ് ഇനി പൂർത്തീകരിക്കാനുള്ളത്. 1 മാസത്തിനകം മുഴുവൻ പ്രവൃത്തികളും പൂർത്തിയാക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാന പാതയുടെ ഭാഗമായ ചാലിശ്ശേരി പട്ടാമ്പി പാതയിൽ ആദ്യഘട്ട നവീകരണം തുടങ്ങി. ഓവുപാലങ്ങളുടെ നിർമ്മാണമാണ് പുരോഗമിക്കുന്നത്. 3 ആഴ്ചകൾക്ക് മുൻപാണ് ചാലിശ്ശേരിയിൽ നിന്ന് കൂറ്റനാട് വരെയുള്ള അഴുക്കുചാൽ നിർമ്മാണം ആരംഭിച്ചത്. തുടർന്ന് പാതയുടെ ഇരുദിശയെയും ബന്ധിപ്പിക്കുന്ന 28 ഓവുപാലങ്ങളുടെ നിർമ്മാണം തുടങ്ങി. ചാലിശ്ശേരി മെയിൻ റോഡിന് സമീപമാണ് ആദ്യത്തെ ഓവുപാലം നിർമ്മാണം നടക്കുന്നത്. ഗതാഗതത്തിന് തടസ്സം വരാത്ത വിധം പകുതി ഭാഗം വാഹനങ്ങൾക്ക് പോകാൻ സൗകര്യപ്പെടുത്തിയുള്ള നിർമ്മാണമാണ് നടക്കുന്നതെന്ന് നിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കുന്ന കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രൊജക്ട് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഒഴുകിയെത്തുന്ന മഴവെള്ളവും റോഡിൽ കെട്ടിക്കിടക്കാനിടയുള്ള സ്ഥലങ്ങളിലെ വെള്ളക്കെട്ടും ഒഴിവാക്കാനാണ് 28 ഓവുപാലങ്ങൾ നിർമ്മിക്കുന്നത്. ആവശ്യമായ സ്ഥലങ്ങളിലെല്ലാം കോൺക്രീറ്റ് ചെയ്ത അഴുക്കുചാലുകളും ഉണ്ടാകും. തണത്തറ പാലത്തിന് സമീപത്തു നിന്നാണ് ആദ്യഘട്ട അഴുക്കുചാൽ നിർമ്മാണം തുടങ്ങിയത്. റോഡിന്റെ ഇരുദിശയിൽ നിന്നും ചാലിശ്ശേരി എസ്റ്റേറ്റ്, കൂറ്റനാട് വലിയപള്ളി, ന്യൂ ബസാർ, കൂറ്റനാട് സെന്റർ, വാവന്നൂർ കൂട്ടുപാത, ഞാങ്ങാട്ടിരി കട്ടിൽമാടം, കൂട്ടുപാത, മാട്ടായ ഇറക്കം, ഞാങ്ങാട്ടിരി കടവ് ഭാഗം, വെള്ളമൊഴുകിയെത്താറുള്ള ജംഗ്ഷനുകൾ, സ്ഥിരമായി വെള്ളക്കെട്ടുണ്ടാക്കുന്ന സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലാണ് പാലങ്ങളുടെ നിർമ്മാണം നടക്കുന്നത്.
മലബാർ പഴനി എന്ന പ്രസിദ്ധമായ തളി വിരുട്ടാണം പിണ്ടാലിക്കുന്ന് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഷഷ്ടിയോടനുബന്ധിച്ച് നൂറുകണക്കിന് ഭക്തർ മല കയറി ദർശനം നടത്തി. ഷഷ്ടിയോടനുബന്ധിച്ച് നടന്ന പൂജാ ചടങ്ങുകൾക്ക് പ്രസന്നൻ അടികൾ, മനോജ് ശർമ്മ എന്നിവർ നേതൃത്വം നൽകി. തിച്ചൂർ ശശിയുടെ നേതൃത്വത്തിൽ വാദ്യഘോഷങ്ങളും നടന്നു. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ലളിത സഹസ്രനാമ ജപം നടന്നു. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രവർത്തന സമിതി അംഗം മോഹനകൃഷ്ണൻ സംസാരിച്ചു. ഉച്ചയ്ക്ക് നടന്ന അന്നദാനത്തിൽ നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു. സമിതി ഭാരവാഹികളായ എം അശോകൻ, എം ബിനീഷ്, കെ ശിവശങ്കരൻ, മാതൃസമിതി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. കാവടി, പ്രദക്ഷിണം, മഹാസാമൂഹ്യാരാധന എന്നിവയും നടന്നു. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടു നടത്തിയ ചാലിശ്ശേരി മണ്ഡലം UDF തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. UDF ചെയർമാൻ PV ഉമ്മർ മൗലവിയുടെ അധ്യക്ഷതയിൽ KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ PEA സലാം സ്ഥാനാർത്ഥികളെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. UDF തൃത്താല നിയോജക മണ്ഡലം ചെയർമാനും ജില്ലാ പഞ്ചായത്ത് കപ്പൂർ ഡിവിഷൻ സ്ഥാനാർത്ഥിയുമായ TK സുനിൽകുമാർ, കൺവീനർ SMK തങ്ങൾ, DCC ജനറൽ സെക്രട്ടറി K ബാബു നാസർ, സുബേർ കൊഴിക്കര, UDF ചാലിശ്ശേരി മണ്ഡലം കൺവീനർ PI യൂസഫ്, കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി സേതു മംഗലത്ത്, ജില്ലാ പഞ്ചായത്ത് ചാലിശ്ശേരി ഡിവിഷൻ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് MP സുബ്രഹ്മണ്യൻ, മറ്റു നേതാക്കളും സ്ഥാനാർത്ഥികളും സംസാരിച്ചു. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് 52 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. ബ്ലോക്ക് ഭരണം നിലനിർത്താൻ UDFും പിടിച്ചെടുക്കാൻ LDFും മാറ്റത്തിനായി NDAയും മത്സരരംഗത്തുണ്ട്. 16 ഡിവിഷനിലുള്ള പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത് 52 സ്ഥാനാർത്ഥികളാണ്. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ കാരക്കാട് ഡിവിഷനിൽ നിന്നുമാണ് മത്സരിക്കുന്നത്, 6 പേർ. 30 വയസ്സിന് താഴെ പ്രായമുള്ള 5 പേരും ഇത്തവണ മത്സരരംഗത്തുണ്ട്. LDFും UDFും 16 വാർഡുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തിയാണ് മത്സരരംഗത്തിറങ്ങിയിരിക്കുന്നത്. NDA 14 ഡിവിഷനിലും വെൽഫെയർ പാർട്ടിയും STPയും 2 ഡിവിഷനുകളിലും NCP 1 ഡിവിഷനിലും സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നുണ്ട്. നിലവിലെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ PTM ഫിറോസും PP ഉണ്ണികൃഷ്ണനുമാണ് വീണ്ടും മത്സരരംഗത്തുള്ളത്. LDFിൽ നിന്നും മുൻ മുതല പഞ്ചായത്ത് പ്രസിഡന്റ് M ശങ്കരൻകുട്ടി, വിളിയൂർ പഞ്ചായത്ത് അംഗമായിരുന്ന മുജീബ് കരുവാങ്കുഴി, ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷയായിരുന്ന A സാബിറ എന്നിവർ മത്സരിക്കുന്നുണ്ട്. കൊപ്പം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ AP രാമദാസും ഫൗസിയ സെയ്തലവിയും ബ്ലോക്കിലേക്ക് മത്സരിക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ജയശങ്കർ കൊട്ടാരത്തിൽ VM മുസ്തഫയും UDFിന് വേണ്ടി കളത്തിലുണ്ട്. NDAക്ക് വേണ്ടി BJP നേതാക്കളായ AK സുനിൽകുമാർ, ഗണേഷ്, കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ളവരും മത്സരരംഗത്തുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വല്ലപ്പുഴ പഞ്ചായത്തിൽ മത്സരിക്കുന്നത് 59 സ്ഥാനാർത്ഥികൾ. 11 വാർഡിൽ NDAയും 5 വാർഡിൽ SDPAയും മത്സരിക്കുന്നുണ്ട്. 19 വാർഡുകളുള്ള വല്ലപ്പുഴ പഞ്ചായത്തിൽ 59 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. സ്വതന്ത്രരടക്കം LDFും UDFും മുഴുവൻ വാർഡുകളിലും സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നുണ്ട്. BJPയുടെ നേതൃത്വത്തിൽ NDA 14 വാർഡുകളിലും SDPI 5 വാർഡുകളിലും മത്സരിക്കുന്നു. അപരന്മാരടക്കം 5 പേർ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുമായി മത്സരരംഗത്തുണ്ട്. നിലവിൽ LDF ആണ് പഞ്ചായത്ത് ഭരണം നടത്തി വരുന്നത്. LDFിന് 11 വാർഡും UDFിന് 3 വാർഡും BJP, SDPI എന്നിവയ്ക്ക് ഓരോ വാർഡും വീതമാണ് ഉള്ളത്. ഭരണം നിലനിർത്താൻ LDFും പിടിച്ചെടുക്കാൻ UDFും കടുത്ത പോരാട്ടത്തിലാണ്. നില മെച്ചപ്പെടുത്താനാണ് BJPയുടെയും SDPയുടെയും ശ്രമം. നിലവിലെ ഭരണസമിതിയിൽ UDF അംഗമായ ബിന്ദു സന്തോഷ് മാത്രമാണ് വീണ്ടും നിലവിലെ ബോർഡിലെ ഏക അംഗം. അതേസമയം മുൻ ഭരണസമിതികളിലെ അംഗങ്ങൾ മത്സരരംഗത്തുണ്ട്. മണികണ്ഠൻ, ജയപ്രകാശ്, സുനീറ മുഹമ്മദ് അലി, ഷീല ബാലൻ ഉൾപ്പെടെയുള്ള മുൻ മെമ്പർമാരാണ് മത്സരരംഗത്തുള്ളത്. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് വല്ലപ്പുഴ ഗേറ്റ് വാർഡിലാണ്, 5 പേർ. സ്ഥാനാർത്ഥികളുടെ പ്രചരണം വാർഡിൽ പുരോഗമിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി കർഷകദ്രോഹ ലേബർ കോഡുകൾക്കെതിരെ പ്രതിഷേധവുമായി CITU രംഗത്ത്. പട്ടാമ്പിയിൽ BSNL ഓഫീസിലേക്ക് മാർച്ച് നടത്തി. NP വിനയകുമാർ സമരം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി കർഷകദ്രോഹ ലേബർ കോഡുകൾക്കെതിരെയാണ് CITU പട്ടാമ്പി ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തിയത്. മേലെ പട്ടാമ്പി BSNL ഓഫീസിലേക്കായിരുന്നു മാർച്ച് നടത്തിയത്. നിരവധി പ്രവർത്തകർ മാർച്ചിൽ അണിനിരന്നു. തുടർന്ന് നടന്ന സമരം CITU ഡിവിഷൻ പ്രസിഡന്റ് NP വിനയകുമാർ ഉദ്ഘാടനം ചെയ്തു. 2020 പാർലമെന്റ് പാസാക്കിയ ലേബർ കോഡ് ഇന്ത്യയിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചത്. അതിൻ്റെ ചട്ടങ്ങൾ പുറത്തിറക്കാൻ തൊഴിലാളി പ്രക്ഷോഭത്തെ തുടർന്ന്
മടി കാണിക്കുന്ന നിലപാടായിരുന്നു കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചത്. എന്നാൽ ഇവിടെ MRC സൂചിപ്പിച്ച പോലെ എന്ത് തെമ്മാടിത്തം ചെയ്താലും ജനാധിപത്യം അട്ടിമറിയിലൂടെ വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കഴിയുമെന്ന് കാണിച്ചു തന്നൊരു തെരഞ്ഞെടുപ്പായിരുന്നു ബീഹാർ. മൃഗീയ ഭൂരിപക്ഷത്തിലേക്ക് BJPക്കും മുന്നണിക്കും അധികാരത്തിൽ വരാൻ കഴിഞ്ഞതോടുകൂടി തങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള ലൈസൻസ് കിട്ടി എന്ന് കാണിച്ചുകൊണ്ടാണ് ഈ ലേബർ കോഡ് നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചത്. നമുക്കറിയാം, നൂറ്റാണ്ടുകാലം ഈ രാജ്യം ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരായിരുന്നു. ഇന്ത്യയിലെ എല്ലാ സമ്പത്തും കൊള്ളയടിച്ച് കൊണ്ടുപോകുന്ന നിലപാടായിരുന്നു. കൊടും ചൂഷണം രാജ്യത്തെ ജനങ്ങൾക്ക് നേരെ കെട്ടഴിച്ചു വിട്ട ഭരണമായിരുന്നു ബ്രിട്ടീഷുകാരുടേത്. ആ കാലത്താണ് 1926 തൊഴിലാളികൾ സംഘടിച്ചുകൊണ്ട് സമരം ചെയ്തുകൊണ്ട് ഇന്ത്യൻ ട്രേഡ് യൂണിയൻ ആക്ട് നിലവിൽ വരുന്നത്. പിന്നീട് ബ്രിട്ടീഷ് ഗവൺമെൻറ് കാലത്ത് തന്നെ ഫാക്ടറി ആക്ട്, കോമ്പൻസേഷൻ ആക്ട്, കോൺട്രാക്ട് ലേബർ ആക്ട്, ഇങ്ങനെ നിരവധി തൊഴിൽ നിയമങ്ങൾ, ഞാൻ വിശദീകരിക്കുന്നില്ല, 29ഓളം തൊഴിൽ നിയമങ്ങൾ സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലും തൊഴിലാളികൾ നടത്തിയ പോരാട്ടത്തിലൂടെ നേടിയെടുത്തു. ആ നിയമങ്ങളെ എല്ലാം ഒറ്റയടിക്ക് ഇല്ലാതാക്കിക്കൊണ്ട് 4 കോഡുകളാക്കി തിരിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. M. രാമചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. ഗിരീഷ്, C. മുകേഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. സമരത്തിൽ 4 ലേബർ കോഡുകളും പ്രവർത്തകർ കത്തിക്കുകയും ചെയ്തു. കേന്ദ്ര സർക്കാർ തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ നടപ്പിലാക്കുന്നതിനെതിരെ CITU തൃത്താല ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂറ്റനാട് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CPM ജില്ലാ കമ്മിറ്റി അംഗം PN മോഹനൻ ഉദ്ഘാടനം ചെയ്തു. MK പ്രദീപ് അധ്യക്ഷനായി. PR കുഞ്ഞുണ്ണി, അനിരുദ്ധൻ, TP മുഹമ്മദ് മാസ്റ്റർ, ഉഷ എന്നിവർ സംസാരിച്ചു. എല്ലാ അവകാശങ്ങളും ഇതിനെതിരായിട്ടുള്ള സമരം ഇതുകൊണ്ട് അവസാനിക്കുന്നതല്ല. കാരണം ഇത് മുഴുവൻ തന്നെ സാധാരണ കുടുംബങ്ങളിലേക്ക് ഇതിന്റെ പ്രത്യാഘാതം വരാൻ. അതുകൊണ്ട് അതിനെതിരായ പ്രതിഷേധം ഈ തെരഞ്ഞെടുപ്പിലുൾപ്പെടെ ഈ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനം ഏറ്റെടുക്കണം. ഇത് മാത്രം പറഞ്ഞുകൊണ്ട് ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, CITU സിന്ദാബാദ്, CITU സിന്ദാബാദ്, CITU സിന്ദാബാദ്, CITU സിന്ദാബാദ്. പ്രതിഷേധം 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 പ്രതിഷേധം. CITU സിന്ദാബാദ്, CITU സിന്ദാബാദ്, CITU സിന്ദാബാദ്, CITU സിന്ദാബാദ്. കേന്ദ്രം വാഴും സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നടപടി. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.